ആം, ഇന്നലെ ചെയ്ത വീഡിയോയ്ക്ക് ശേഷം ഇന്ന് ഉടൻ തന്നെ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം 150 വരെയാണ് നമ്മൾ ഓതി വെച്ചത്. 151, അതായത് ഖുറാനിലെ 151 വചനങ്ങളും മുതലാണ് ഇനി വായിക്കാനുള്ളത്. എന്നാൽ ഞാൻ ഒരു പെട്ടെന്നൊരു വീഡിയോ, സാധാരണ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ വീഡിയോ കൊണ്ടുവരാറില്ലല്ലോ. ഇന്ന് വന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഞാൻ വലിയ റീച്ചൊന്നും പ്രതീക്ഷിക്കാതെ, അതും വലിയ റീച്ചൊന്നും വേണ്ട എന്ന് കരുതി തന്നെ മനഃപൂർവ്വമാണ് എൻ്റെ വീഡിയോസ് ഒരു തമ്പനെയിലിടാതെ സെറ്റ് ചെയ്യുന്നതും വെറും ഫോൺ മാത്രം യൂസ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതും അതിലേക്കൊരു അഡീഷണൽ സെറ്റപ്പ്, അഡീഷണൽ സെറ്റിങ്സ് ഒന്നും ചെയ്യാതെ, മൈക്കോ സ്റ്റാൻഡോ ഒന്നും ഉപയോഗിക്കാതെ, തമ്പനെയിൽ വെക്കാതെ, പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് റീച്ചൊന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ടും നിലവിലുള്ള എൻ്റെ വീഡിയോകളുടെ പർപ്പസ് എന്നെ തന്നെ ഒന്ന് ബെറ്റർ ആക്കുക എന്നുള്ളതും, അതേപോലെ തന്നെ ജസ്റ്റ് റെക്കോർഡിക്കലായിട്ട് ഒരു ഫൺ എലമെൻ്റായിട്ടും ഇനി ഞാൻ വായിച്ചില്ല ഖുർആൻ എന്ന് പറയേണ്ടെന്ന് കരുതിയിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ഷൂട്ടിംഗ് ആയതുകൊണ്ടൊക്കെ തീരെ റെസ്പോൺസിബിൾ അല്ലാതെയാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഞാൻ എൻ്റെ വീഡിയോ വ്യൂസ് നോക്കുന്ന സമയത്ത് ഒരു 100 സംതിങ് ഒക്കെ വ്യൂസ് ആണ് മാക്സിമം വ്യൂ ഉണ്ടായിരുന്ന വീഡിയോസിന്. സബ്സ്ക്രൈബേഴ്സ് ഒരു 100 110 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യൂസ് താരതമ്യേന കുറഞ്ഞ് അങ്ങനെ പോകും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വലിയ ഒരു കോണ്ടൻറ്റ് ഒന്നും ഡെലിവർ ചെയ്യുന്നില്ല. കാര്യമായിട്ട് അതിനായിട്ട് ഇരിക്കാൻ നിലവിൽ കരുതുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ജസ്റ്റ് ഈ വായന മാത്രമാകുമ്പോൾ, വായനയും അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ വായന മാത്രമല്ലല്ലോ, വായന മാത്രമായിട്ട് പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാർ ചിലപ്പോൾ വായനക്കപ്പുറം കുറച്ചധികം ഡയലോഗുകൾ ഞാൻ പറയുന്നതും കൂടി കേൾക്കുമ്പോൾ, അത് മാത്രമല്ല വേറെ പലതും ഉണ്ട് എന്ന് കാണുന്ന സമയത്ത് അവരും കാണാതെ പോകും. ഇത് അത്യാവശ്യം ലാഗായി മാറുമ്പോൾ ആളുകൾ വീണ്ടും കാണാതെ പോകും. അപ്പോൾ നിലവിലുള്ള സബ്സ്ക്രൈബർ കൗണ്ട് കുറയും, വ്യൂവർ കൗണ്ട് കുറയും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ചതൊരു പ്രശ്നമായിരുന്നില്ല. കാരണം മൊബൈലിലെ ഗാലറിയിൽ വീഡിയോ എടുത്ത് സൂക്ഷിക്കുന്നത് അങ്ങനെ സ്പേസ് ഫുള്ളാക്കാതെ നേരെ യൂട്യൂബിൽ വീഡിയോ എടുത്ത് സൂക്ഷിക്കുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഞാൻ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നലെ രാത്രി നമ്മുടെ ഖുർആൻ മലയാള വായനയുടെ 3ാം എപ്പിസോഡ് ഒരുപാട് ഷെയർ പോയതായിട്ട് കണ്ടു. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ 50-ലധികം ഷെയർ അത് പോയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വളരെ പെട്ടെന്ന് വ്യൂവേഴ്സ് കൂടുകയാണ്. 1000-ലധികം വ്യൂവേഴ്സായി ആ ഒരു 3ാമത്തെ എപ്പിസോഡ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ 1000-ലധികം വ്യൂസ് അതിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബർ കൗണ്ട് 110-ൽ നിന്ന് ഞാൻ കുറയുമെന്ന് പ്രതീക്ഷിച്ചത് 300-ലധികം സബ്സ്ക്രൈബേഴ്സായിട്ട് ഇന്നലെ കൂടി. ഇന്നലെ മാത്രമാണ് ഈ ഒരു പെട്ടെന്നുണ്ടായ ബൂസ്റ്റിങ്. അങ്ങനെ ഷെയർ ചെയ്യാൻ മാത്രം എന്താണ് എൻ്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ അതിലുള്ള കമൻറ്റിനോടുള്ള എൻ്റെ റെസ്പോൺസ് ആണോ അതോ മറ്റെന്തെങ്കിലും അനുഭവങ്ങൾ പറഞ്ഞതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കമൻസിനോടുള്ള റെസ്പോൺസ് ആണെങ്കിൽ അത് ഞാൻ ഒരിക്കലും വീഡിയോയിൽ കമൻസിന് റെസ്പോണ്ട് ചെയ്യണമെന്ന് കരുതിയതല്ല. എന്നാൽ ഓരോരുത്തർ വന്നിട്ട് ഓരോ കമൻറ്റ് ഇങ്ങനെ ഇട്ടപ്പോൾ ഞാനതിന് പ്രതികരിച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലേ പറഞ്ഞതാണ്, നമ്മുടെ വിശ്വാസികൾ പലരും സ്വന്തമായിട്ട് പണി അരന്ന് വാങ്ങുന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അതിൻ്റെ ഭാഗമാണ്. ഞാനാണെങ്കിൽ ഒരു കമൻറ്റ് റിയാക്ഷൻ എന്നോ കമൻറ്റ് റെസ്പോൺസോ എന്ന പേരിൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനായിട്ട് ഇരിക്കാനോ എഡിറ്റ് ചെയ്ത് വിടാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല നിലവിൽ. ഞാൻ കുറച്ചധികം വീഡിയോസ് ചെയ്ത് ഞാനൊന്ന് ക്ലിയർ ആയി എന്നെനിക്ക് തോന്നിയാൽ, കാര്യങ്ങൾ പറഞ്ഞ് ആശയങ്ങൾ ആളുകളിലേക്ക് കൺവേ ചെയ്യുന്നതിൽ ഞാനൊന്ന് ക്ലിയർ ആയി എന്ന് കരുതിയാൽ മാത്രം അതിനെ പെർഫെക്റ്റ് ആക്കാനും ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാനും മാത്രമാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഞാൻ കരുതിയതിൻ്റെ എത്രയോ മുമ്പ് 1000-ഓളം ആളുകളിലേക്ക് ഒരു വീഡിയോ എത്തിയെന്നത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ മറ്റൊരു കാര്യം, ഇന്നലെ ഒരുപാട് വ്യൂസും കമൻസും ഒക്കെ വന്ന കൂട്ടത്തിൽ ഒരു തെറി കമൻറ്റ് കണ്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏതൊരു എക്സ്ട്രീമിസ്റ്റുകൾക്കും ഭാവിയിൽ ചിലപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കോണ്ടൻറ്റിൽ ഏത് ആശയത്തിൻ്റെ എക്സ്ട്രീമിസ്റ്റ് ആണെങ്കിലും അയാൾക്കുള്ളൊരു പണി തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതിൽ ഉണ്ടാകും എന്നുള്ളത് 100% ഉറപ്പാണ്. അത് സംഖ്യയാണോ സുഡാപ്പിയാണോ മറ്റേതാണോ മറിച്ചാണോ എന്നുള്ളതൊന്നും ഇല്ല, വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതിന് യുക്തിവാദിയാണെങ്കിലും ഉണ്ടാവും. എക്സ്ട്രീമിസം ആണോ എന്നാൽ അതിനെതിരെ ഒരു കമൻറ്റിൻ്റെ ഭാഗം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എന്നോട് ദേഷ്യം ഉണ്ടാവും.
അപ്പോൾ ആ ദേഷ്യമുള്ള ആളുകളൊക്കെ ഈ വീഡിയോ ആ ദേഷ്യം തീർക്കാൻ ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് എന്ത് ചെയ്യുക, മാക്സിമം ഞാൻ ഒരു കമൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ പോകണില്ല. നിങ്ങൾ മാക്സിമം തെറികൾ വിളിക്കുക, എന്തൊക്കെ തെറി വിളിക്കാണ്ടോ വിളിച്ച് തീരെ ആൾക്കാർ കാണട്ടെ എത്രത്തോളം കൾച്ചർ, എത്രത്തോളം സംസ്കാര സമ്പന്നരാണ് ഓരോ ആശയത്തിൻ്റെയും വക്താക്കൾ എന്നുള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ആക്ഷേപങ്ങളൊക്കെ പറയാം. പിന്നെ കമൻറ്റ് ബോക്സ് മെയിനായിട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ള തെറി വിളിക്കാനല്ല, നിങ്ങൾ വിളിക്കി, നിങ്ങളെ ഒരു ഫ്രസ്ട്രേഷനാണ് തീരട്ടെ വിളിക്കാനുള്ളവർ. അല്ലാത്തവരോട് പറയാനുള്ളത് ഒരു തുറന്ന ചർച്ചയ്ക്ക് വേണ്ടി, പഠന സംബന്ധമായും മറ്റുള്ള തുറന്ന ചർച്ചകൾക്ക് വേണ്ടി, സംവാദങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ആ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഞാനൊരു കമൻറ്റും ഡിലീറ്റ് ചെയ്യാൻ പോണില്ല. ഇനി അതൊരു ക്രിയേറ്ററെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞു വല്ല ഗൈഡ് ലൈൻ എന്തെങ്കിലും സംഭവം വരുമെന്ന് അറിയില്ല. അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ മാത്രം ഡിലീറ്റ് ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്തേക്കാം, അറിയില്ല കേട്ടോ. അങ്ങനെ സെറ്റിങ്സ് ഇല്ലാത്തടത്തോളം കാലം ആ കമൻറ്റുകളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഇനി അതേത് തരം കമൻ്റ് ആണെങ്കിലും അതാണ് ഒന്ന് പറയാനുള്ളത്. പിന്നെ അതേപോലെ വേറെ ഒരു കമൻറ്റ് കണ്ടു, സമൂഹത്തിന് ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ, ഈ കാര്യത്തിന് ഭയങ്കരമായിട്ട് ജനങ്ങൾക്ക് നാശം കൊണ്ടുവന്നൊരു പുസ്തകമാണത്, ഖുർആനെ. അപ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിന് ഉപകാരം എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്റ് ഉണ്ട്. ആ കമൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ വ്യത്യസ്ത കോണ്ടൻസ് ഉദ്ദേശിക്കുന്നുണ്ട്, എന്നാൽ അതെല്ലാം അങ്ങനെ അങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട് അത് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസ് ചെയ്തു തുടങ്ങിയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. നിലവിൽ എന്നെ ഒന്ന് ബെറ്റർ ആക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഉദ്ദേശം. ഈ സംസാരിക്കുന്നതിൽ, കാര്യങ്ങൾ ഒന്ന് ആളുകളോട് ഡെലിവർ ചെയ്യുന്നതിൽ, കൺവേ ചെയ്യുന്നതിൽ ഏതായാലും വ്യത്യസ്ത കോണ്ടൻസ് വരുന്നുണ്ട്. തീർച്ചയായും ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇത്ര പെട്ടെന്നൊന്നും ഒരു 200ൻ്റെ മുകളിലേക്ക് ആളുകളിലേക്ക് തന്നെ ഈ ഒരു 1-2 വർഷത്തിനുള്ളിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല വാസ്തവത്തിൽ. കാരണം എൻ്റെ ഒരു അജണ്ടയിൽ വലിയ ഹ്യൂജ് കോണ്ടൻസ് ഒന്നുമില്ല. അഥവാ അത്യാവശ്യം റിസർച്ച് ചെയ്ത കോണ്ടൻസ് ഉണ്ടെങ്കിൽ തന്നെ അത് ഇൻഫിഡൽസ് ചാനലിൽ കൊടുക്കാം എന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. എന്നിരിക്കെയാണ് ഈ രീതിയിലൊരു സംഭവം ഉണ്ടാകുന്നത്, ഈ ഒരു ഹൈപ്പ്. പിന്നെ മറ്റൊരു സുഹൃത്ത് പറഞ്ഞത്, ഒരു സമൂഹത്തിനെ മൊത്തം തീവ്രവാദികളാക്കാതെ താങ്കൾ ചെയ്യുകയാണെങ്കിൽ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു. ആ കമൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പലപ്പോഴും ഇൻഫ്ലുവൻസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ലൈവിൽ. പിന്നെ അതുപോലെ തന്നെ അല്ലാതെ ഞാൻ നേരിട്ട് പലരോടും പറയുന്നതാണ്, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ഏതൊരു ആശയത്തിനെയും കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളെ ഒരു എക്സ്ട്രീമിസ്റ്റ്, നല്ല വാക്ചാതുരിയുള്ള, നന്നായിട്ട് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന അതേ ആശയത്തിൻ്റെ ഒരു വക്താവിന് അയാളെ ഒരു എക്സ്ട്രീമിസ്റ്റോ ടെററിസ്റ്റോ ഒക്കെ ആക്കി മാറ്റാൻ സിമ്പിളാണ്. അതായത് ആ രീതിയിലൊരു പൊട്ടൻഷ്യാലിറ്റി ഏതൊരാശയത്തിൻ്റെ ബ്ലൈൻഡായിട്ടുള്ള വക്താക്കൾക്കുണ്ട്. ഒരാശയത്തെ ബ്ലൈൻഡായി ഫോളോ ചെയ്തു എന്നുള്ളതുകൊണ്ട് എല്ലായ്പ്പോഴും അയാളൊരു സമൂഹത്തിന് ത്രെറ്റോ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റോ എക്സ്ട്രീമിസ്റ്റോ ആയിക്കൊള്ളണം എന്നൊന്നുമില്ല. എന്നാൽ അതായത് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാതെ ചില സംഗതികൾ മാത്രമേ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, അയാൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു സംഗതി ഏതൊരു വിശ്വാസത്തിനെ സംബന്ധിച്ചിട്ടോ, ഏതൊരു മതവിശ്വാസമാണെങ്കിലും. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരാൾ, അയാളുടെ ഉള്ളിലുള്ള ഒരു ഫാക്ടർ, അതായത് അയാൾ വിശ്വസിക്കുന്ന ഒരാശയത്തിലുള്ള മറ്റൊരാൾക്ക് അയാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു ആശയത്തിന് പിൻപറ്റുന്ന ആളുകളിലും വർക്ക് ചെയ്യുന്ന ഒരു കോമൺ ഫാക്ടർ ബ്ലൈൻഡായിട്ടുള്ളൊരു വിശ്വാസമാണ്. ഇത് മാത്രമാണ് ശരി, മറ്റൊന്നും ശരിയില്ല എന്ന രീതിയിലുള്ളൊരു ബ്ലൈൻഡായിട്ടുള്ളൊരു വിശ്വാസം ഉള്ള ഒരാൾ, അങ്ങനെയുള്ള ആളെ, അയാൾ ഏത് വിശ്വാസത്തിൻ്റെ ആളാണെങ്കിലും ഏതൊരാശയത്തിൻ്റെ ആളാണെങ്കിലും നന്നായിട്ട് അയാളെ സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റൊരാൾക്ക്, അതേ ആശയത്തിൽ നിന്നുള്ള മറ്റൊരാൾക്ക് ആ ഒരു ആശയത്തിൽ അയാൾ ശക്തമായി അന്ധമായി വിശ്വസിക്കുന്ന ആ ഒരു ആശയത്തിലെ എക്സ്ട്രീമിസ്റ്റോ ടെററിസ്റ്റോ ഒക്കെ ആക്കി മാറ്റാൻ കഴിയും. അപ്പോൾ ആ നിലക്കുള്ളൊരു പൊട്ടൻഷ്യൽ ബ്ലൈൻഡായിട്ടുള്ള ഏതൊരു ബിലീവർക്കും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ കുറച്ചും കൂടി അധികം ഇസ്ലാം എന്ന ആശയത്തിനുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാരണവും ഞാൻ പറയാം. അതിനൊന്നും എല്ലാ മുസ്ലിങ്ങളും പൊട്ടൻഷ്യൽ ടെററിസ്റ്റ് ആണെന്നൊരു അർത്ഥവുമില്ല. അതിൻ്റെ കാരണവും ഞാൻ പറയാം. അങ്ങനെ അല്ല എന്ന് പറയുന്നതിൻ്റെ, പൊട്ടൻഷ്യൽ ടെററിസ്റ്റ് അല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ പറയാം. ഇസ്ലാമിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് ഇസ്ലാം എന്ന ആശയത്തിന് എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയാം. ചില ആശയങ്ങൾ ആ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചില ആശയങ്ങൾ ഖുർആനിലും ഹദീസിലും ഫിഖ്ഹിലും ഒക്കെ ഉള്ളതുകൊണ്ടാണ്
പല പലരും പൊളിറ്റിക്കലായിട്ടും അതുപോലെ ഇപ്പോൾ ഈ ഒരു ഭീകരവാദ സംഘടനകൾക്ക് ഏറ്റവും കൂടുതൽ ഭീകരവാദ സംഘടനകൾ ഇസ്ലാമിനെ ബേസ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ യൂസ് ചെയ്യുന്നതൊക്കെ ആ രീതിയിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ്. അതായത് ഇസ്ലാമിക് ടെററിസ്റ്റുകളായി നിൽക്കുന്ന ആളുകൾക്കും സമൂഹത്തിൽ ഏതൊരു സമൂഹത്തിലും അത്യാവശ്യം ടെററായി എക്സ്ട്രീമായി ആളുകളുടെ മുകളിൽ ഡൊമിനൻസ് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ആരഗൻ്റായി സ്വന്തം ആശയത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ആ രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഈ പറയുന്ന ഹദീസിലും ഖുർആനിലും ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സംഗതി അവർ അതിനാൽ മോട്ടിവേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ആ ഒരു സംഗതിക്ക് എതിരായിട്ട് മറ്റൊരാൾ വന്ന് പറഞ്ഞാൽ അവരെ ഡിസ്ട്രോയ് ചെയ്യാൻ, അതായത് ഒരു മുസ്ലിം പറയാണ് ഇങ്ങനെയൊന്നല്ല ഇസ്ലാം, നീ പറഞ്ഞതല്ല ഇസ്ലാം, നീ ചെയ്തതല്ല ഇസ്ലാം എന്നൊരുത്തം പറയുകയാണ് ഒരു എക്സ്ട്രീമിസ്റ്റിനോടെങ്കിൽ ആ പറയുന്നവനെ തകർത്ത് കളയാൻ, അവൻ്റെ വാദത്തെ തകർത്ത് കളയാൻ അല്ലെങ്കിൽ അവനെ തന്നെ തകർത്ത് കളയാൻ ഇയാളുടെ കയ്യിലുള്ള ഈ വചനങ്ങൾ മതിയാക്കും. പ്രവാചക വചനങ്ങളോ പടച്ചോൻ്റെ വചനങ്ങളോ ഏതോ ആവട്ടെ, അതിൽ ചില സംഭവങ്ങൾ ചിലത് മതി ഇയാളെ ആ ഒരു രീതിയിലേക്ക് മാറാൻ. അത് ഏതൊക്കെയാണ് വചനങ്ങൾ, എന്തൊക്കെയാണ് ഒരു ചാൻസ് ഉള്ളത്, സാധ്യത ഉള്ളത് എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നീട് പറയാം. ഇത് ഖുർആൻ വായന മാത്രം ഉദ്ദേശിച്ചിട്ട് പിന്നെ കമൻറ്റിന് റെസ്പോണ്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് ചിലർക്കൊരു വിമർശനം ചോദ്യമൊക്കെ ഉണ്ടാവും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ സെപ്പറേറ്റ് അതിനായിട്ടൊരു വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കമൻറ്റിന് റെസ്പോണ്ട് ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ചതല്ല സത്യത്തിൽ, പിന്നെ ചെയ്തു പോയി എന്നുള്ളതാണ്. പിന്നെ അതേപോലെ എല്ലാ മുസ്ലിങ്ങളൊന്നും പൊട്ടൻഷ്യൽ ടെററിസ്റ്റുകളല്ല എന്ന് ഞാൻ തീർത്ത് പറയാനുള്ള കാരണവും ഞാൻ പറഞ്ഞുതരാം. വിശ്വാസികൾ പല തരത്തിലാണ്. ചിലർക്ക് മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അഗ്നോസ്റ്റ് മെൻറ്റാലിറ്റിക്കാർ കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർക്ക് ഒരു പടച്ചോൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതിലൊന്നും അവർ ഗൗനിക്കുന്നില്ല. ബാക്കിയുള്ളൊരു നിയമത്തെയോ മതത്തിൻ്റെ വേദത്തെയോ ഒന്നും അവർ ഗൗനിക്കുന്നില്ല. പടച്ചോൻ ഉണ്ട് അത്ര തന്നെ. ചിലർ അതിനപ്പുറം കുറച്ചും കൂടി ആരാധനകൾ കൂടിയുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് മതം മറ്റൊന്നുമില്ല. ഒരു ഷെരീഫുള്ളത്ത് എന്ന് പറയുന്ന ഒരു വക്കീലിനെ ഞാൻ ഓർത്തു പോവുകയാണ്. അദ്ദേഹം മരണപ്പെട്ടു എന്ന് ഈ അടുത്താണ് ഞാൻ അറിയുന്നത്. മഞ്ചേരിക്കാരനായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഒരു ട്രെയിൻ യാത്രയിലാണ്. ദർസ് കാലത്തുള്ള ഒരു ട്രെയിൻ യാത്രയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അന്ന് അദ്ദേഹം എന്നോട് കുറേ സംസാരിച്ചു. എൻ്റെ സ്വന്തം താല്പര്യത്തിനാണ് ഞാൻ ദർസിലേക്ക് പോയതെന്നും ഭൗതിക പഠന സാധ്യതകളൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് ഞാൻ ദർസിലേക്ക് പോയത് എന്നുള്ളതൊക്കെ കേട്ടപ്പോൾ എന്നെ വിഡ്ഢി എന്നാണ് അയാൾ വിളിച്ചത്. എന്നിട്ട് എന്നോട് അദ്ദേഹം പറഞ്ഞത്, ഇത്രമാത്രം ഇരുന്ന് പഠിക്കാൻ എന്താ ഇസ്ലാമിലുള്ളത്, ആകെ കുറച്ച് ആരാധനയും കാര്യങ്ങളും അല്ലേ ഉള്ളൂ, അതും ഉടനെ പോയാൽ അത് കഴിഞ്ഞില്ലേ എന്നും പറഞ്ഞിട്ടൊരു സംസാരം. എന്നിട്ട് അയാൾ പറഞ്ഞു, അയാളെ ഷെരീഫുള്ളത്ത് എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ പിതാവാണ് മതം പഠിപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെയൊക്കെ. അതുകൊണ്ട് തന്നെ വേണ്ടതെന്തോ അത് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തിനു പോകുന്നു, സമയനഷ്ടമല്ലേ അത് എന്നൊക്കെ അദ്ദേഹം എന്നോട് ചോദിച്ചു തന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. അതായത് അവർ ആരാധനകൾ കൂടി എടുക്കും, ഒരു ആശ്വാസത്തിന് വേണ്ടി ദൈവത്തിൽ വിശ്വസിക്കുന്നു, പിന്നെ ദൈവത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമായിട്ട് പ്രാർത്ഥന, ഒരു ആചാരം, ജസ്റ്റ് ഒരു പ്രാർത്ഥന എന്നതിനപ്പുറത്തേക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഒരു ആചാരത്തെ കൊണ്ട് നടക്കുന്നു. നിസ്കാരമോ നോമ്പോ, ചിലരെന്ത് ചെയ്യും, ചിലപ്പോൾ ഹജ്ജിന് വേണ്ടിയിട്ട് കഅബ വരെ എത്തും. അതിനപ്പുറത്തേക്ക് അവർക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല. ഈ പറയുന്ന മതപണ്ഡിതന്മാരൊന്നും പുല്ല് വില പോലും ഉണ്ടാവില്ല. ഒരു പുല്ലിൻ്റെ വില പോലും കൽപ്പിക്കില്ല. അവരെന്ത് പറഞ്ഞാലും അവരവിടെ പറയട്ടെ എന്ന രീതിയിൽ കളയുന്ന ആളുകളുണ്ട്. എന്നാൽ ഒരു പടിയും കൂടി കടന്നിട്ട് ഈ പറയുന്ന ആരാധനകളും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കും. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ഈ പറയുന്ന ലെവൽ വരെയുള്ള ആളുകൾക്കൊന്നും മതത്തിന് വ്യക്തമായിട്ട് കൃത്യമായിട്ട് അറിയാത്ത ആളുകൾ കൂടി കേട്ടോ. അവർക്ക് ഈ ആചാരങ്ങളെയൊക്കെ മറ്റു വശങ്ങളും മദ്രസയിൽ പഠിച്ചൊരു 6-7 ക്ലാസ് വരെ പഠിച്ച അറിവുകളും മാത്രമായിരിക്കും ഉണ്ടാവുക. അതിനപ്പുറത്ത് വലിയ ഒരു ഡെപ്തിലുള്ള അറിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ആളുകൾ പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റേജ് കൂടി കടന്ന് ചില ആളുകൾ അവിടുന്ന് മുതലുള്ള ആളുകൾക്കാണ് കുറച്ചെങ്കിലും ഉസ്താദുമാരുടെ അല്ലെങ്കിൽ മതപുരോഹിതന്മാരുടെ ടൂളായി മാറാൻ ചാൻസ് ഉള്ളത് ഇനി പറയുന്ന ആളുകൾ മുതലുള്ളവരാണ്. അവർ വിശ്വാസികളായിരിക്കും, ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവരായിരിക്കും. ചിലർക്ക് ആചാരങ്ങൾ വലിയ കൃത്യനിഷ്ഠൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവർ ഉസ്താദുമാരുടെ ഒരു ആദരവുണ്ടാവും, അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ ഒരു ആദരവ് അവർക്കുണ്ടാവും. ഈ ആദരവ് ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര വില ഉണ്ടെന്നൊന്നും കരുതണ്ട കേട്ടോ. അതായത് ഭയങ്കര വില ഉണ്ടെന്ന് കരുതണ്ടെന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലൊരു പുച്ഛം ഉണ്ടാകും. എങ്കിലും മതത്തിൻ്റെ കാര്യങ്ങൾ അവർ പറയുമ്പോൾ അറിവുള്ളവരാണല്ലോ
എന്നൊരു പരിഗണന അവർ കൊടുക്കും. മതവും രാഷ്ട്രീയവും കൂടി കാലത്തുള്ള പ്രസ്താവനകൾ കൂടെയാണെങ്കിൽ ബേഷായി നന്നായിട്ട് നോക്കും, നന്നായിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും ഈ ജനങ്ങളെ. എന്നാൽ പിന്നീട് അതിനും മുകളിലുള്ള ആൾക്കാരുണ്ട്, അവർ ആരാധനകളും കാര്യങ്ങളും കൃത്യമായിരിക്കും, ഉസ്താദന്മാർ അല്ലെങ്കിൽ മതപുരോഹിതന്മാർ പറയണ എന്തോ അത് അച്ചട്ടായിട്ട് പിൻപറ്റും. എന്നാൽ അവർക്കും ഈ പറഞ്ഞ ലെവലിലുള്ളവർക്കും മതത്തിനെക്കുറിച്ച് അത്ര ഡെപ്തിൽ ഈ പറയുന്ന അനുധാവനം ചെയ്യുന്ന പിൻപറ്റുന്ന പണ്ഡിതന്മാർ പറഞ്ഞല്ലാതെ വലിയ അറിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഈ കൂട്ടത്തിലൊക്കെ ഉള്ളവരാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിലൊക്കെ ഉള്ളവരാണ് പലരും ഈ ഇസ്ലാം വിമർശകർ ചില വിഷയങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഇതൊന്നും ഞങ്ങളിതുവരെ കേട്ടിട്ടല്ലോ എന്ന് പറയും, ഞങ്ങളതൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഇവരുടെയൊക്കെ ഈ സാധുക്കളിൽ പലരുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ മദ്രസയിലുള്ള പഠനം കൊണ്ട് കംപ്ലീറ്റ് ഇസ്ലാം പഠിച്ചു എന്നുള്ളതാണ്. എന്നാൽ +2 വരെയുള്ള മദ്രസ പഠിച്ചാൽ പോലും ഇസ്ലാമിനെ കംപ്ലീറ്റ് മനസ്സിലാകില്ല എന്ന് മാത്രമല്ല, ഒരു 10-15 കൊല്ലം ദർസിൽ തന്നെ പോയി കിതാബുകൾക്കിടയിൽ കഴിഞ്ഞുകൂടിയാലും ഒരു A to Z ഇസ്ലാമിനെ മനസ്സിലാക്കുക എന്നുള്ളത് പോസിബിളൊന്നുമല്ല. ഇസ്ലാമിനെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും, അതിനപ്പുറത്തേക്ക് ഇസ്ലാമിനെ മൊത്തത്തിൽ ഈ ഒരു കാലം വരെ രചിക്കപ്പെട്ട എല്ലാ തഫ്സീറുകളും എല്ലാ ഹദീസ് വ്യാഖ്യാനങ്ങളും ഹദീസുകൾ എല്ലാം, പിന്നെ അതേപോലെ ഫിഖ് ഗ്രന്ഥങ്ങളുടെ ഹാഷിയകൾ, ഷറഹുകൾ, പിന്നെ അതുപോലെ തന്നെ മന്തിക്ക് മആനി പോലുള്ള ഗ്രന്ഥങ്ങൾ, അങ്ങനെ ഒരുപാട് വിജ്ഞാന ശാഖകളും അതിലനേകം ഗ്രന്ഥങ്ങളുണ്ട്. ഇതൊക്കെ പാടെ വായിച്ച് തീരുക എന്നുള്ളത് ഒരു മനുഷ്യായുസ്സിൽ പോസിബിളായ കാര്യമൊന്നുമല്ല. എന്നാൽ ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തുക എന്നുള്ളതാണ് പോസിബിളായ ഒരു കാര്യമുള്ളൂ. അപ്പോൾ അത്ര പോലും ഇവർ ഈ ഡെപ്തിൽ പറയുന്ന കാര്യങ്ങൾ, ഇസ്ലാം വിമർശകരൊക്കെ ഡെപ്തിൽ പറയുന്ന കാര്യങ്ങൾ, ഡെപ്തിൽ അവർ പറയുന്ന സമയത്ത് അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റുള്ളവർ പറയുമ്പോൾ മാത്രം പല വിശ്വാസികളും കേൾക്കുന്ന കാര്യങ്ങൾ അതൊന്നും മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്നതല്ല. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ വയ്യാമൻ ഇൻഫിഡൽ എന്ന് പറയുന്ന വീഡിയോ സീരീസിൽ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറിവുകൾ 4 തരത്തിൽ നമുക്ക് പറയാം. അതായത് ഒരു തരം അറിവുകൾ എല്ലാവർക്കും സാധാരണക്കാർക്കൊക്കെ അറിയുന്നതാണ്. മറ്റൊന്ന് അതിനും അപ്പുറം അതിൽ കവിഞ്ഞ് ദർസ് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ അറിയുന്നതാണ്. ഈ ദർസ് വിദ്യാർത്ഥികൾക്ക് അറിയുന്നതിൽ തന്നെ ചിലത് ഒട്ടുമിക്കതും സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ആയിരിക്കും, എന്നാൽ അതേസമയം സാധാരണക്കാർക്ക് മിക്കവർക്കും അറിയാത്തതായിരിക്കും. എന്നാൽ ഈ ദർസിൽ പഠിപ്പിക്കുന്നതിൽ തന്നെ ചില കാര്യങ്ങൾ ഉസ്താദന്മാർ പറയരുത്, സാധാരണക്കാരുടെ ഇടയിൽ പറയരുത് എന്ന് പറയും. അങ്ങനത്തെ അറിവുകളുണ്ട്. അതിനൊരു ജസ്റ്റ് എക്സാമ്പിളാണ് 10 കിതാബ് പഠിപ്പിക്കുന്ന ദർസുകൾ ഉണ്ടാവും ഇപ്പോഴും. അതിൽ 40 ഹദീസ് ഉണ്ട്. ഈ 40 ഹദീസ് എല്ലാം ഒന്നും സാധാരണക്കാരുടെ ഇടയിൽ പറയരുത് എന്ന് പല ഉസ്താദന്മാരും പറയാറുണ്ട്. അതിന് കാരണം അത് ലൊയ്ഫാണ് എന്ന കാരണത്തിൽ, വളരെ ദുർബലമായ ഹദീസുകളാണ് എന്ന കാരണത്തിൽ ഒരു കാരണവശാലും സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് തുറന്നു വിടരുതെന്ന് പറയാറുണ്ട്. അത് ജസ്റ്റ് ചെറിയ എക്സാമ്പിളാണ്. ഇതിങ്ങനെ വലുതായി വരുമ്പോൾ ഇബ്നു അറബിയുടെ തഫ്സീർ പോലത്തെ പല ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഒക്കെ പറയാറുണ്ട്, ഇതും സാധാരണക്കാരുടേക്ക് എത്തിക്കരുതെന്ന് പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ദർസിൽ പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് പഠിപ്പിക്കപ്പെടുന്ന അല്ലാത്ത അറിവുകളുണ്ട്. അത് കിതാബുകളിൽ നിന്ന് മാത്രം കിട്ടുന്ന, വലിയ മതഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രം കിട്ടുന്ന അറിവുകൾ, അതും വലിയ മതപണ്ഡിതർക്കിടയിൽ മാത്രം ചർച്ച നടക്കുന്ന വിഷയങ്ങളായിരിക്കും. അവരത് വിദ്യാർത്ഥികൾക്ക് ഇടയിൽ അത്ര തുറന്നു വിടാത്ത കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള അറിവുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന പണ്ഡിതന്മാർ തന്നെ ചില അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാത്തതായിട്ടുള്ള രീതിയിലുള്ള അറിവുകളുണ്ട്. അവരത് മനസ്സിലാക്കും, പക്ഷേ ആ രീതിയിൽ അവരത് അനുസരിച്ച് പ്രവർത്തിക്കെങ്കിലും ആ ഒരു അറിവ് അവർ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കില്ല. അങ്ങനത്തെ അറിവുകളുണ്ട്. ഇതിൽ പറഞ്ഞ ഈ അവസാനം പറഞ്ഞ 2 ഐറ്റവും ആധികാരികമായി തന്നെ അവലംബയോഗ്യമായത് എടുക്കാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്നതുമായിരിക്കും. പക്ഷേ അത് വളരെ ആളുകൾക്കിടയിലേക്ക് വല്ലാതെ സ്പ്രെഡാകുന്നത് അത്ര ഗുണകരമല്ല എന്നതുകൊണ്ടാണ് അവരത് പറയാത്തത്. അത്യാവശ്യം കിതാബികളായി ഇപ്പം ഞാനീ പറഞ്ഞ ഈ വർഗീകരണം അങ്ങനെ തന്നെ ആണോ എന്നുള്ളത്, ഇപ്പോൾ വയ്യാമൻ ഇൻഫിഡലിൽ ഞാൻ പറഞ്ഞ ചെറിയ വ്യത്യാസം ഉണ്ട് തോന്നുന്നു ഇപ്പോൾ ഞാനീ പറഞ്ഞ ഇതിന്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആണോ ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അത്യാവശ്യം നല്ല കിതാബികളായ ഉസ്താദുമാരോട് നിങ്ങളൊന്ന് ചോദിക്കാം. ഇനി അങ്ങനെയൊന്നും ഇല്ല തന്നെ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഏത് ഉസ്താദ് പറഞ്ഞു, ഏതെങ്കിലും സംഘടനൻ്റെ ഒക്കെ മൂല്യന്മാരാണെങ്കിൽ അവരുടെ പേരൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റിൽ എഴുതുകയാണെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതിനൊരു വാലിഡിറ്റി വേണമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഉസ്താദന്മാരെയൊക്കെ മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു 3-4 ഉസ്താദന്മാരെങ്കിലും കുറഞ്ഞത് ആ രീതിയിൽ ഓൻ പറഞ്ഞൊക്കെ നോണയാണ്, ആ രീതിയിലൊന്നും അറിവില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ സഹിതം തന്നെ ഞാൻ എന്ത് ചെയ്യാം, ഈ 4 തരം അറിവുകളെയും ഞാൻ ഒരിക്കൽ കൂടി പറയാം. അപ്പം ഇത് ഇനിയും പല രീതിയിൽ അറിവിനെ വിഭജിക്കട്ടെ, ഞാൻ ഈ 4 രീതിയിലൊന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ആണ് കാര്യങ്ങൾ അറിയാം. എല്ലാവർക്കും ഒന്നും എല്ലാം അറിയില്ല. ഇനിയിപ്പോൾ ഈ 4 ഞാൻ പറഞ്ഞ
പണ്ഡിതന്മാരിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം കൈമാറാത്ത അറിവുകളുണ്ടെന്ന് പറഞ്ഞില്ലേ. ആ അറിവുകൾ തന്നെ അല്ല, ആ പണ്ഡിതന്മാർക്ക് തന്നെ അറിയാത്ത കുറേ കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്നതുകൊണ്ട്. അപ്പോൾ എല്ലൊന്നും എല്ലാവർക്കും ഒന്നും അറിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അപ്പോൾ അറിവുകളുടെയും വിശ്വാസികളുടെ അറിവിൻ്റെയൊക്കെ ഒരു വ്യത്യാസം പറഞ്ഞു എന്ന് മാത്രം. സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഇത്ര മാത്രം: എല്ലാ മുസ്ലിമും പൊട്ടൻഷ്യൽ ടെററിസ്റ്റാണ് എന്ന് പറയുന്ന ആ ഒരു വാദഗതി തെറ്റാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഇസ്ലാം, ഞാൻ ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി ഒരു സമ്പൂർണ്ണ രാക്ഷസനായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ വളരെ മോശമായൊരു സാധനമാണ്, ഖുർആനിൽ മൊത്തം മോശത്തരം പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള പരാമർശങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഖുർആനിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിൻ്റെ ആശയങ്ങളിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് നബി ചെയ്ത കാര്യങ്ങളിൽ നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് കംപ്ലീറ്റ്ലി രാക്ഷസീയമാണ് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അപ്പോൾ ആ ഒരു കമൻറ്റിനോട്, നമ്മുടെ ഒരു സുഹൃത്ത് ചെയ്ത കമൻറ്റിനോട് റെസ്പോണ്ട് ചെയ്തതാണ് ഇത്രയും കാര്യങ്ങൾ. ഇത്ര മതിയെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ മുമ്പുള്ള വീഡിയോയിലുള്ളതിനേക്കാളൊക്കെ സമയം കൂടി, 21 മിനിറ്റിലധികമായി. ഏതായാലും 150 ആയത്ത് വരെ നമ്മൾ വായിച്ച് വെച്ചത്, മലയാളം വായിച്ചു വെച്ചത്. ഇനി 151 വായനയിലേക്ക് കിടക്കുന്നു. താല്പര്യപൂർവ്വം എന്നെ മുഴുവനായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഖുർആനിൽ നല്ലതുണ്ടോ മോശമുണ്ടോ, അല്ലെങ്കിൽ ഖുർആൻ മുഴുവൻ നല്ലതാണോ ഖുർആൻ മുഴുവൻ മോശമാണോ എന്നുള്ളതൊക്കെ അറിയാൻ എൻ്റെ ഈ ഒരു ആവർത്തിച്ചുള്ള വായനകൾ ഉപകരിക്കും എന്നും കൂടി ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും നമുക്ക് ബാക്കി കൂടി വായിക്കാം. 151 വചനം മുതലാണ് ഇനി വായിക്കുന്നത്. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ച് തരികയും നിങ്ങളെ സംസ്കരിക്കുകയും നിങ്ങൾക്ക് വേദവും വിജ്ഞാനവും പഠിപ്പിച്ചു തരികയും നിങ്ങൾക്ക് അറിവില്ലാത്തത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിങ്ങളിലേക്ക് നാം നിയോഗിച്ചത് വഴി നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം പോലെ തന്നെയാകുന്നു ഇതും. ആകയാൽ എന്നെ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ ഞാനും ഓർക്കുന്നതാണ്. എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കരുത്. സത്യവിശ്വാസികളെ, നിങ്ങൾ സഹനവും നമസ്കാരവും മുഖേന സഹായം തേടുക, തീർച്ചയായും ക്ഷമിക്കുന്നവരോടൊപ്പമാകുന്നു അള്ളാഹു. സൂറത്തുൽ ബഖറയിൽ 151 മുതലുള്ള വചനങ്ങളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ പറ്റി മരണപ്പെട്ടവർ എന്ന് നിങ്ങൾ പറയേണ്ട, എന്നാൽ അവരാകുന്നു ജീവിക്കുന്നവർ. പക്ഷെ നിങ്ങൾ അതിനെപ്പറ്റി ബോധവാന്മാരാകുന്നില്ല. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. തങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാൽ അവർ, ആ ക്ഷമാശീലർ, പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ അധീനത്തിലാണ്, അവങ്കിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ് എന്നായിരിക്കും. അവർക്കത്രേ തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുന്നത്, അവരത്രേ സന്മാർഗം പ്രാപിച്ചവർ. ഇപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചില ആയത്തുകൾ മിസ്സായി എന്ന് തോന്നിയാൽ അത് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് ഒരായത്ത് മിസ്സാവേണ്ടതായിരുന്നു, പെട്ടെന്ന് ഞാൻ തിരിച്ച് സ്ക്രോൾ ചെയ്തുകൊണ്ട് കിട്ടി. തീർച്ചയായും സഫായും മർവയും മതചിഹ്നങ്ങളായി അള്ളാഹു നിശ്ചയിച്ചതിൽപ്പെട്ടതാകുന്നു. കഅബ മന്ദിരത്തിൽ ചെന്ന് ഹജ്ജോ ഉംറയോ നിർവഹിക്കുന്ന ഏതൊരാളും അവയിലൂടെ പ്രദക്ഷിണം നടത്തുന്നതിൽ കുറ്റമൊന്നുമില്ല. ആരെങ്കിലും സൽക്കർമ്മം സ്വയം സന്നദ്ധനായി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു കൃതജ്ഞനും സർവജ്ഞനുമാകുന്നു. നാം അവതരിപ്പിച്ച തെളിവുകളും മാർഗദർശനവും വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് നാം വിശദമാക്കി കൊടുത്തതിന് ശേഷം മറച്ചു വെക്കുന്നവരാരോ അവരെ അള്ളാഹു ശപിക്കുന്നതാണ്, ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നതാണ്. എന്നാൽ പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും സത്യം ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്തവർ ഇതിൽ നിന്നൊഴിവാകുന്നു. അങ്ങനെയുള്ളവരുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കുന്നതാണ്. ഞാൻ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമത്രേ. സത്യം നിഷേധിക്കുകയും നിഷേധികളായി തന്നെ മരിക്കുകയും ചെയ്തവരാരോ അവരുടെ മേൽ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും മനുഷ്യരുടെയും ഒന്നടങ്കം ശാപമുണ്ടായിരിക്കുന്നതാണ്. സത്യം നിഷേധിക്കുകയും നിഷേധികളായി തന്നെ മരിക്കുകയും ചെയ്തവരാരോ
അവരുടെ മേൽ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും മനുഷ്യരുടെയും ഒന്നടങ്കം ശാപമുണ്ടായിരിക്കുന്നതാണ്. അതവർ ശാശ്വതമായി അനുഭവിക്കുന്നതാണ്. അവർക്ക് ശിക്ഷ ഇളവ് ചെയ്യപ്പെടുകയില്ല, അവർക്ക് ഇട കൊടുക്കപ്പെടുകയുമില്ല. നിങ്ങളുടെ ദൈവം ഏകദൈവം മാത്രമാകുന്നു. അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. അവൻ പരമകാരുണികനും കരുണാനിധിയും അത്രേ. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപകലുകളുടെ മാറ്റത്തിലും മനുഷ്യർക്ക് ഉപകാരമുള്ള വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും ആകാശത്ത് നിന്ന് അള്ളാഹു മഴ ചൊരിഞ്ഞു തന്നിട്ട് നിർജീവാവസ്ഥയ്ക്കു ശേഷം ഭൂമിക്ക് അത് മുഖേന ജീവൻ നൽകിയതിലും ഭൂമിയിൽ എല്ലാ തരം ജന്തുവർഗങ്ങളെയും വ്യാപിപ്പിച്ചതിലും കാറ്റുകളുടെ ഗതിക്രമത്തിലും ആകാശഭൂമികൾക്കിടയിലൂടെ നിയന്ത്രിച്ച് നയിക്കപ്പെടുന്ന മേഘത്തിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. തീർച്ച അള്ളാഹുവിന് പുറമേയുള്ളവരെ അവന് സമന്മാരാക്കുന്ന ചില ആളുകളുണ്ട്. അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ ഈ ആളുകൾ അവരെയും സ്നേഹിക്കുന്നു. എന്നാൽ സത്യവിശ്വാസികൾ അള്ളാഹുവോട് അതിശക്തമായ സ്നേഹമുള്ളവരത്രേ. ഈ അക്രമികൾ പരലോക ശിക്ഷ കൺമുമ്പിൽ കാണുന്ന സമയത്ത് ശക്തി മുഴുവൻ അള്ളാഹുവിനാണെന്നും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും അവർ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ അതവർക്ക് എത്ര ഗുണകരമാകുമായിരുന്നു. പിന്തുടരപ്പെട്ടവർ അഥവാ നേതാക്കൾ പിന്തുടർന്നവരെ അഥവാ അനുയായികളെ വിട്ട് ഒഴിഞ്ഞു മാറുകയും ശിക്ഷ നേരിൽ കാണുകയും അവർ ഇരുവിഭാഗവും തമ്മിലുള്ള ബന്ധങ്ങൾ അറ്റുപോവുകയും ചെയ്യുന്ന സന്ദർഭമത്രേ അത്. ഒരു വിശ്വാസനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ ഈ വചനങ്ങൾ ഇങ്ങനെ വായിച്ചാലും, അതായത് അയാൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, അയാളിങ്ങനെ ഇത് ഞാൻ വായിക്കുന്നത് കേൾക്കുന്നു, അങ്ങനെ ആണെങ്കിൽ കൂടുതലായിട്ടും ഉണ്ടാവുക. ഇനി അതല്ല, ഞാൻ ആരാന്ന് അറിഞ്ഞിട്ടും കേൾക്കുന്ന ആളാണെങ്കിലും ഭയങ്കര കഠിനമായ വിശ്വാസമുള്ള ആളാണെങ്കിൽ അയാൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വിശ്വാസം ഇങ്ങനെ കൂടുകയാണ് ചെയ്യുക. അത് ഹൃദയത്തിനിങ്ങനെ തട്ടി അയാളെ ഭയങ്കരമായ ഒരു ഭക്തി നിർഭരമായ അവസ്ഥയ്ക്ക് തന്നെ എത്തിക്കുകയാണ് ചെയ്യുക. അതല്ലാതെ വിശ്വാസത്തിൻ്റെ ലെവൽ കുറയുന്നതിനനുസരിച്ച് ഈ വചനങ്ങളുടെ മറ്റ് തലങ്ങൾ ചിന്തയിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ 166 വായിച്ചത് 167 വചനത്തിലേക്ക്, പിന്തുടർന്നവർ അഥവാ അനുയായികൾ അന്ന് പറയും, ഞങ്ങൾക്ക് ഇഹലോകത്തേക്ക് ഒരു തിരിച്ചുപോക്കിന് അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇവർ ഞങ്ങളെ വിട്ടൊഴിഞ്ഞു മാറിയതുപോലെ ഞങ്ങൾ ഇവരെ വിട്ടും ഒഴിഞ്ഞു മാറുമായിരുന്നു. അപ്രകാരം അവരുടെ കർമ്മങ്ങളെല്ലാം അവർക്ക് ഖേദത്തിന് കാരണമായി ഭവിച്ചത് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കും. നരകാഗ്നിയിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കാനാവുകയുമില്ല. മനുഷ്യരെ, ഭൂമിയിലുള്ളതിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടവുമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. പിശാചിൻ്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക. അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രു തന്നെയാകുന്നു. ദുഷ്കൃത്യങ്ങളിലും നീചവൃത്തികളിലും ഏർപ്പെടുവാനും അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് പറഞ്ഞുണ്ടാക്കുവാനുമാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്. അള്ളാഹു അവതരിപ്പിച്ചത് നിങ്ങൾ പിൻപറ്റി ജീവിക്കുക എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ, അല്ല, ഞങ്ങളുടെ പിതാക്കൾ സ്വീകരിച്ചതായി കണ്ടതേ ഞങ്ങൾ പിൻപറ്റുകയുള്ളൂ എന്നായിരിക്കും അവർ പറയുന്നത്. അവരുടെ പിതാക്കൾ യാതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാത്തവരും നേർവഴി കണ്ടെത്താത്തവരുമായിരുന്നെങ്കിൽ പോലും അവരെ പിൻപറ്റുകയാണോ? സത്യനിഷേധികളെ ഉപമിക്കാവുന്നത് വിളിയും തെളിയുമല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത ജന്തുവിനോട് ഒച്ചയിടുന്നവനോടാകുന്നു. സത്യനിഷേധികളെ ഉപമിക്കാവുന്നത് വിളിയും തെളിയുമല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത ജന്തുവിനോട് ഒച്ചയിടുന്നവനോടാകുന്നു. അവർ ബധിരരും ഊമകളും അന്ധരുമാകുന്നു. അതിനാൽ അവർ യാതൊന്നും ചിന്തിച്ചു ഗ്രഹിക്കുകയില്ല. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നാം നൽകിയ വസ്തുക്കളിൽ നിന്ന് വിശിഷ്ടമായത് ഭക്ഷിച്ചു കൊള്ളുക. അള്ളാഹുവോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക. അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ. ശവം, രക്തം, പന്നിമാംസം അള്ളാഹു അല്ലാത്തവർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നിവ മാത്രമേ അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. ഇനി ആരെങ്കിലും നിഷിദ്ധമായത് ഭക്ഷിക്കുവാൻ നിർബന്ധിതനായാൽ അവൻ്റെ മേൽ കുറ്റമില്ല. എന്നാൽ അവൻ നിയമലംഘനത്തിന് മുതിരാതിരിക്കുകയും അനിവാര്യതയുടെ പരിധി കവിയാതിരിക്കുകയും വേണം. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുകയും അതിന് വിലയായി തുച്ഛമായ നേട്ടങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നവരാരോ അവർ തങ്ങളുടെ വയറുകളിൽ തിന്നു നിറക്കുന്നത് നരകാഗ്നിയല്ലാതെ മറ്റൊന്നുമല്ല. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയോ പാപങ്ങളിൽ നിന്ന് അവരെ സംശുദ്ധരാക്കുകയോ ചെയ്യുകയില്ല. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കുകയും ചെയ്യും. സന്മാർഗത്തിന് പകരം ദുർമാർഗവും പാപമോചനത്തിന് പകരം ശിക്ഷയും വാങ്ങിയവരാകുന്നു അവർ. നരകശിക്ഷ അനുഭവിക്കുന്നതിൽ അവർക്കെന്തൊരു ക്ഷമയാണ്. സത്യം വ്യക്തമാക്കിക്കൊണ്ട് അള്ളാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളതിനാലാണത്. വേദഗ്രന്ഥത്തിൻ്റെ കാര്യത്തിൽ ഭിന്നിച്ചവർ സത്യത്തിൽ നിന്ന് അകന്ന മത്സരത്തിലാകുന്നു. തീർച്ച
നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുക എന്നതല്ല പുണ്യം. എന്നാൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും സ്വത്തിനോട് പ്രിയമുണ്ടായിട്ടും അത് ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കനും ചോദിച്ചു വരുന്നവർക്കും അടിമമോചനത്തിനും നൽകുകയും പ്രാർത്ഥന അല്ലെങ്കിൽ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും കരാറിലേർപ്പെട്ടാൽ അത് നിറവേറ്റുകയും വിഷമതകളും ദുരിതങ്ങളും നേരിടുമ്പോഴും യുദ്ധരംഗത്തും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്തവരാരോ അവരാകുന്നു പുണ്യവാന്മാർ. അവരാകുന്നു സത്യം പാലിച്ചവർ. അവർ തന്നെയാകുന്നു ദോഷബാധയെ സൂക്ഷിച്ചവർ. സത്യവിശ്വാസികളെ കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ തുല്യശിക്ഷ നടപ്പാക്കുക എന്നത് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്രന് പകരം സ്വതന്ത്രനും അടിമക്ക് പകരം അടിമയും സ്ത്രീക്ക് പകരം സ്ത്രീയും കൊല്ലപ്പെടേണ്ടതാണ്. ഇനി അവന് അഥവാ കൊലയാളിക്ക് തൻ്റെ സഹോദരൻ്റെ പക്ഷത്തിൽ നിന്ന് വല്ല ഇളവും ലഭിക്കുകയാണെങ്കിൽ അവൻ മര്യാദ പാലിക്കുകയും നല്ല നിലയിൽ നഷ്ടപരിഹാരം കൊടുത്തു വീട്ടുകയും ചെയ്യേണ്ടതാകുന്നു. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു വിട്ടുവീഴ്ചയും കാരുണ്യവുമാകുന്നു അത്. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു വിട്ടുവീഴ്ചയും കാരുണ്യവുമാകുന്നു അത്. ഇനി അതിനുശേഷവും ആരെങ്കിലും അതിക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ അവന് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും. ബുദ്ധിമാന്മാരെ, അങ്ങനെ തുല്യശിക്ഷ നൽകുന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ്. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി അത്രേ ഈ നിയമനിർദ്ദേശങ്ങൾ. നിങ്ങളിൽ ആർക്കെങ്കിലും മരണം ആസന്നമാകുമ്പോൾ അയാൾ ധനം വിട്ടുപോകുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും വേണ്ടി ന്യായപ്രകാരം വസിയ്യത്ത് ചെയ്യുവാൻ നിങ്ങൾ നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സൂക്ഷ്മത പുലർത്തുന്നവർക്ക് ഒരു കടമയത്രേ അത് അഥവാ വസിയ്യത്ത് കേട്ടതിന് ശേഷം ആരെങ്കിലും അത് മാറ്റിമറിക്കുകയാണെങ്കിൽ അതിൻ്റെ കുറ്റം മാറ്റിമറിക്കുന്നവർക്ക് മാത്രമാകുന്നു. തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇനി വസിയ്യത്ത് ചെയ്യുന്ന ആളുടെ ഭാഗത്ത് നിന്ന് തന്നെ അനീതിയോ കുറ്റമോ സംഭവിച്ചതായി ആർക്കെങ്കിലും ആശങ്ക തോന്നുകയും അവർക്കിടയിൽ അഥവാ ബന്ധപ്പെട്ട കക്ഷികൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുകയുമാണെങ്കിൽ അതിൽ തെറ്റില്ല. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ളവരോട് കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി അത്രേ അത്. എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങളിൽ മാത്രം നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ മറ്റു ദിവസങ്ങളിൽ നിന്ന് അത്രയും എണ്ണം നോമ്പെടുക്കേണ്ടതാണ്. ഞെരുങ്ങിക്കൊണ്ട് മാത്രം. അതിന് സാധിക്കുന്നവർ പകരം ഒരു പാവപ്പെട്ടവനുള്ള ഭക്ഷണം പ്രായശ്ചിത്തമായി നൽകേണ്ടതാണ്. എന്നാൽ ആരെങ്കിലും സ്വയം സന്നദ്ധനായി കൂടുതൽ നന്മ ചെയ്താൽ അതവന് ഗുണകരമാകുന്നു. നിങ്ങൾ കാര്യം ഗ്രഹിക്കുന്നവരാണെങ്കിൽ നോമ്പനുഷ്ഠിക്കുന്നതാകുന്നു നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം. ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ. അതുകൊണ്ട് നിങ്ങളിൽ ആർ ആ മാസത്തിൽ സന്നിഹിതരാണോ അവർ ആ മാസം വ്രതമനുഷ്ഠിക്കേണ്ടതാണ്. ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ പകരം അത്രയും എണ്ണം നോമ്പെടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ആശ്വാസം വരുത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാക്കാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ആ എണ്ണം പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മഹത്വം നിങ്ങൾ പ്രകീർത്തിക്കുവാനും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാനും വേണ്ടി അത്രേ ഇങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത്. നിന്നോട് എൻ്റെ ദാസന്മാർ എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു എന്ന് പറയുക. പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ആഹ്വാനം അവർ സ്വീകരിക്കുകയും എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ. അവർ നേർവഴി പ്രാപിക്കുവാൻ വേണ്ടിയാണിത്. നോമ്പിൻ്റെ രാത്രിയിൽ നിങ്ങളുടെ ഭാര്യമാരുമായുള്ള സംസർഗം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അവർ നിങ്ങൾക്കൊരു വസ്ത്രമാകുന്നു, നിങ്ങൾ അവർക്കും ഒരു വസ്ത്രമാകുന്നു. ഭാര്യാസമ്പർക്കം നിഷിദ്ധമായി കരുതിക്കൊണ്ട് നിങ്ങൾ ആത്മവഞ്ചനയിൽ അകപ്പെടുകയായിരുന്നു എന്ന് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. എന്നാൽ അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും പൊറുക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇനിമേൽ നിങ്ങൾ അവരുമായി സഹവസിക്കുകയും വൈവാഹിക ജീവിതത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചത് തേടുകയും ചെയ്തുകൊള്ളുക. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക, പുലരിയുടെ വെളുത്ത ഇഴകൾ കറുത്ത ഇഴകളിൽ നിന്ന് തെളിഞ്ഞു കാണുമാറാകുന്നതുവരെ. എന്നിട്ട് രാത്രിയാകും വരെ നിങ്ങൾ വ്രതം പൂർണ്ണമായി അനുഷ്ഠിക്കുകയും ചെയ്യുക. എന്നാൽ നിങ്ങൾ പള്ളികളിൽ എഴുത്തിക്കാഫ് അഥവാ ഭജനം ഇരിക്കുമ്പോൾ അവരുമായി സഹവസിക്കരുത്, അഥവാ ഭാര്യമാരുമായിട്ട് സഹവസിക്കരുത്. അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളാകുന്നു അവയൊക്കെ. നിങ്ങൾ അവയെ അതിലംഘിക്കുവാൻ അടുക്കരുത്. ജനങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാനായി അള്ളാഹു അപ്രകാരം അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു.
അന്യായമായി നിങ്ങൾ അന്യോന്യം സ്വത്തുക്കൾ തിന്നരുത്. അറിഞ്ഞുകൊണ്ട് തന്നെ ആളുകളുടെ സ്വത്തുക്കളിൽ നിന്ന് വല്ലതും അധാർമികമായി നേടിയെടുത്ത് തിന്നുവാൻ വേണ്ടി നിങ്ങൾ അതുമായി വിധികർത്താക്കളെ സമീപിക്കുകയും ചെയ്യരുത്. നബിയെ, നിന്നോടവർ ചന്ദ്രക്കലകളെപ്പറ്റി ചോദിക്കുന്നു. പറയുക, മനുഷ്യരുടെ ആവശ്യങ്ങൾക്കും ഹജ്ജ് തീർത്ഥാടനത്തിനും കാലനിർണയത്തിനുള്ള ഉപാധികളാകുന്നു അവ. നിങ്ങൾ വീടുകളിലേക്ക് പിൻവശങ്ങളിലൂടെ ചെല്ലുന്നതിലല്ല പുണ്യം കുടികൊള്ളുന്നത്. പ്രത്യുത ദോഷബാധയെ കാത്തുസൂക്ഷിച്ചവനത്രേ പുണ്യവാൻ. നിങ്ങൾ വീടുകളിൽ അവയുടെ വാതിലുകളിലൂടെ പ്രവേശിക്കുക. മോക്ഷം കൈവരിക്കുവാൻ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക. നിങ്ങൾ യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക. എന്നാൽ നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കരുത്. പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല തന്നെ. അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് നിങ്ങൾ അവരെ കൊന്നുകളയുകയും അവർ നിങ്ങളെ പുറത്താക്കിയിടത്ത് നിന്ന് നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുക. കാരണം അവർ നടത്തുന്ന മർദ്ദനം കൊലയേക്കാൾ നിഷ്ഠൂരമാകുന്നു. മസ്ജിദുൽ ഹറാമിനടുത്ത് വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. അവർ നിങ്ങളോട് അവിടെ വെച്ച് യുദ്ധം ചെയ്യുന്നത് വരെ. ഇനി അവർ നിങ്ങളോട് അവിടെ വെച്ച് യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരെ കൊന്നുകളയുക. അപ്രകാരമാണ് സത്യനിഷേധികൾക്കുള്ള പ്രതിഫലം. ഇനി അവർ പശ്ചാത്തപിച്ച് എതിർപ്പിൽ നിന്ന് വിരമിക്കുകയാണെങ്കിലോ തീർച്ചയായും ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അള്ളാഹു. ഇതിങ്ങനെ 192 എത്തിയപ്പോൾ ഒരു കാര്യം ഞാൻ ഇന്നലെ തന്നെ പറയണം കരുതിയതാണ്. അതിപ്പോൾ ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അതായത് ഖുർആൻ്റെ മലയാളമാണ് ഞാൻ വായിച്ചു പോകുന്നത്. ഇതിൻ്റെ അറബി കറക്റ്റ് വായിക്കുമ്പോൾ ഇതിൽ ചില ഭാഗങ്ങൾ മിസ്സിങ് ഉണ്ടാവും. അതായത് ഞാനിതിൽ ബ്രാക്കറ്റ് സഹിതം വായിച്ചാണ് പോകുന്നത്. അഥവാ എന്നൊന്നും പറയാതെ ബ്രാക്കറ്റ് സഹിതം ഇങ്ങനെ വായിച്ച് പോകണം. ആ കാര്യം പെട്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശമല്ലേ നമുക്കുള്ളൂ. എന്നാൽ അറബി ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ബ്രാക്കറ്റ് കൺട്രോൾ എന്നില്ല, ബ്രാക്കറ്റിലുള്ള സംഗതി കൺട്രോൾ ഒന്നുമില്ല. അത് അറബി കൃത്യമായി അതിൻ്റേതായ ശൈലിയിൽ അർത്ഥം മനസ്സിലാക്കി അർത്ഥം വെച്ച് പോകാൻ കഴിയുന്നവർക്ക് ഈ ഒരു അർത്ഥത്തിന് ഈ രീതിയിൽ കിട്ടുള്ളൂ. എന്നാൽ തന്നെ അർത്ഥം വെക്കുമ്പോൾ ചില പരിഭാഷയിൽ ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നിടത്തും അതുപോലെ എഴുതുന്നിടത്തൊക്കെ വരാറുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ 192 വചനമാണ് ഇപ്പോൾ വായിച്ചത്. ഇനി അവർ പശ്ചാത്തപിച്ച് എതിർപ്പിൽ നിന്ന് വിരമിക്കുകയാണെങ്കിലോ തീർച്ചയായും ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അള്ളാഹു. മർദ്ദനമില്ലാതാവുകയും മതം അള്ളാഹുവിന് വേണ്ടി ആവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുക. എന്നാൽ അവർ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അവരിലെ അക്രമികൾക്ക് എതിരിലല്ലാതെ പിന്നീട് യാതൊരു കയ്യേറ്റവും പാടുള്ളതല്ല. വിലക്കപ്പെട്ട മാസത്തിലെ യുദ്ധത്തിന് വിലക്കപ്പെട്ട മാസത്തിൽ തന്നെ തിരിച്ചടിക്കുക. വിലക്കപ്പെട്ട മറ്റു കാര്യങ്ങൾ ലംഘിക്കുമ്പോഴും അങ്ങനെ തന്നെ പ്രതിക്രിയ ചെയ്യേണ്ടതാണ്. അപ്രകാരം നിങ്ങൾക്കെതിരെ ആര് അതിക്രമം കാണിച്ചാലും അവൻ നിങ്ങളുടെ നേർക്ക് കാണിച്ച അതിക്രമത്തിന് തുല്യമായി അവൻ്റെ നേരെയും അതിക്രമം കാണിച്ചു കൊള്ളുക. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവ് ചെയ്യുക. പിശുക്കും ഉദാസീനതയും മൂലം നിങ്ങളുടെ കൈകളെ നിങ്ങൾ തന്നെ നാശത്തിൽ തള്ളിക്കളയരുത്. നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുക. നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർണ്ണമായി നിർവഹിക്കുക. ഇനി നിങ്ങൾക്ക് ഹജ്ജ് നിർവഹിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ഒരു ബലിമൃഗത്തെ ബലിയർപ്പിക്കേണ്ടതാണ്. ബലിമൃഗം എത്തേണ്ട സ്ഥാനത്ത് എത്തുന്നതുവരെ നിങ്ങൾ തല മുണ്ഡനം ചെയ്യാവുന്നതല്ല. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയോ തലയിൽ വല്ല ശല്യവും അനുഭവപ്പെടുകയോ ആണെങ്കിൽ മുടി നീക്കുന്നതിന് പ്രായശ്ചിത്തമായി നോമ്പോ ദാനധർമ്മമോ ബലികർമ്മമോ നിർവഹിച്ചാൽ മതിയാകും. ഇനി നിങ്ങൾ നിർഭയാവസ്ഥയിലാണെങ്കിലോ അപ്പോൾ ഒരാൾ ഉംറ നിർവഹിച്ചിട്ട് ഹജ്ജ് വരെ സുഖമെടുക്കുന്ന പക്ഷം സൗകര്യപ്പെടുന്ന ഒരു ബലിമൃഗത്തെ ഹജ്ജിനിടയിൽ ബലി കഴിക്കേണ്ടതാണ്. ഇനി ആർക്കെങ്കിലും അത് കിട്ടാത്ത പക്ഷം ഹജ്ജിനിടയിൽ 3 ദിവസവും നിങ്ങൾ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് 7 ദിവസവും ചേർത്ത് ആകെ 10 ദിവസം നോമ്പനുഷ്ഠിക്കേണ്ടതാണ്. കുടുംബസമേതം മസ്ജിദുൽ ഹറാമിൽ താമസിക്കുന്നവർക്കല്ലാത്തവർക്കാകുന്നു ഈ വിധി. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഹജ്ജ് കാലം അറിയപ്പെട്ട മാസങ്ങളാകുന്നു. ആ മാസങ്ങളിൽ ആരെങ്കിലും ഹജ്ജ് കർമ്മത്തിൽ പ്രവേശിച്ചാൽ പിന്നീട് സ്ത്രീ പുരുഷ സംസർഗമോ ദുർവൃത്തിയോ വഴക്കോ ഹജ്ജിനിടയിൽ പാടുള്ളതല്ല. നിങ്ങൾ ഏതൊരു സൽപ്രവൃത്തി ചെയ്തിരുന്നാലും അള്ളാഹു അതറിയുന്നതാണ്. ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ യാത്രയ്ക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കി പോകുക. എന്നാൽ യാത്രയ്ക്ക് വേണ്ട വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത് സൂക്ഷ്മതയാകുന്നു. ബുദ്ധിശാലികളെ, നിങ്ങൾ എന്നെ സൂക്ഷിച്ച് ജീവിക്കുക. ഹജ്ജിനിടയിൽ നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഭൗതികാനുഗ്രഹങ്ങൾ നിങ്ങൾ തേടുന്നതിൽ കുറ്റമൊന്നുമില്ല. അറഫാത്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ മശ്അറുൽ ഹറാമിനടുത്ത് വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുവിൻ.
അവൻ നിങ്ങൾക്ക് വഴി കാണിച്ച പ്രകാരം നിങ്ങൾ അവനെ ഓർക്കുവിൻ, ഇതിനു മുമ്പ് നിങ്ങൾ പിഴച്ചവരിൽപ്പെട്ടവരായിരുന്നാലും. എന്നിട്ട് ആളുകൾ അഥവാ സാധാരണ തീർത്ഥാടകർ എവിടെ നിന്ന് പുറപ്പെടുന്നുവോ അവിടെ നിന്ന് തന്നെ നിങ്ങളും പുറപ്പെടുക. നിങ്ങൾ അള്ളാഹുവോട് പാപമോചനം തേടുകയും ചെയ്യുക. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അങ്ങനെ നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പിതാക്കളെ നിങ്ങൾ പ്രകീർത്തിച്ചിരുന്നത് പോലെയോ അതിനേക്കാൾ ശക്തമായ നിലയിലോ അള്ളാഹുവെ നിങ്ങൾ പ്രകീർത്തിക്കുക. മനുഷ്യരിൽ ചിലർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഇഹലോകത്ത് ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണമേ എന്ന്. എന്നാൽ പരലോകത്ത് അത്തരക്കാർക്ക് ഒരു ഓഹരിയും ഉണ്ടായിരിക്കുന്നതല്ല. 150 മുതൽ സൂറത്തുൽ ബഖറ 150 മുതൽ 200 വരെ 50 ആയത്തുകൾ അഥവാ 50 വചനങ്ങൾ, സൂക്തങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കി കൂടി വായിച്ച് നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഒന്നാം ഘട്ടം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ